ഇതൊരു ഷവമി റോബോട്ട് വാക്യൂം എസ്റ്റൻ കാണുന്നത്. ഇതിപ്പോൾ വാങ്ങിയതാട്ടോ. കുറേ നാളായി ഞാനിത് ഇതിൻ്റെ വേറെ വേർഷനൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ഇത് പുതിയത് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. ഇതിൻ്റെ വൈറ്റ് കളറ് ആണ് വാങ്ങിയത്. ബ്ലാക്ക് ഓൾസോ അവൈലബിൾ. പക്ഷേ ബ്ലാക്കിനേക്കാളും നല്ലത് എനിക്ക് തോന്നി വൈറ്റ് ആണെന്ന്. കുറച്ച് ക്ലീനായിരിക്കണം പോലെ തോന്നും. മീൻസ് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ കാണുന്നത്. ഇതിലൊരു മോപ്പുണ്ട്. അതതിൻ്റെ മോപ്പാണ്. വാക്യൂം പ്ലസ് മോപ്പിംഗ് ആണിത്. അതതിൻ്റെ വൈറ്റ് കളർ കാണുന്ന ബ്രഷാണ്, ഡസ്റ്റൊക്കെ എടുക്കാൻ. ഇത് ഡസ്റ്റ് ബോക്സാണ്. ഇതിലാണ് ഡസ്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഇതിലൊരു ചാർജിങ് സ്റ്റേഷനും കൂടി ഉണ്ട്. അതാണ് അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ. ഇനി നമുക്കിത് എന്താണെന്ന് നോക്കാം. ഇതിൽ വാക്യൂം മോപ്പിങ്ങും ഒരുമിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ വാക്യൂം മാത്രം ചെയ്യാം, മോപ്പിംഗ് മാത്രം ചെയ്യാം. അങ്ങനെ ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈസി വേ ആണ്. നമുക്കത്രയും പണികൾ കുറഞ്ഞു കിട്ടും, ടൈം വേസ്റ്റ് ആവില്ല, ഫ്രീ ടൈം കിട്ടും. ഇതതിൻ്റെ ഫിക്സ് ചെയ്യണം, ഫാൻ ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ മോപ്പിങ്ങിൻ്റെ ക്ലോത്താണ്. ഈ മോപ്പിങ്ങിൻ്റെ ഒരു ചെറിയ സ്പോഞ്ച് പോലെയാണ്. അതിൻ്റെ ബാക്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ മോപ്പിംഗ് കഴിയുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്തെടുത്തിട്ട് വാഷ് ചെയ്തിട്ട് വയ്ക്കാനും പറ്റും. അതിൻ്റെ ചാർജറാണിത്. ഇതാണ് മെയിൻ അതിൻ്റെ ഡസ്റ്റ് കളക്ട് ചെയ്യണ ബോക്സാണ്. ഇതിൽ വന്നാണ് ഡസ്റ്റൊക്കെ കളക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വാക്യൂം കഴിഞ്ഞതിന് ശേഷം അതെടുത്തിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് കഴുകിയെടുക്കാൻ പറ്റും. കഴുകിയെടുത്ത് ഡ്രൈ ആക്കിയിട്ട് അതിലേക്ക് വീണ്ടും ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ ഒരു റെഡ് കളറ് ഒരു ചെറിയ ബോക്സ് പോലെ ലൈൻ കണ്ടോ, അതിൽ ബ്രഷ് ഉണ്ട്. അതിൽ ഇടയ്ക്ക് ഇങ്ങനെ വാക്യൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. ഇതതിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. മോപ്പിങ്ങും അതൊക്കെ വാക്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഇല്ലെങ്കിൽ അത് തന്നെ തിരിച്ചു പോകും. അതിലാണ് ഡസ്റ്റ് വന്ന് കളക്ട് ചെയ്ത് നിൽക്കുന്നത്. അതുകൂടി നമുക്കത് റിമൂവ് ചെയ്ത് അത് വാഷ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ. അപ്പം എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മെസ്സേജ് വരും, കംപ്ലീറ്റ് ആയി, ചാർജിങ് സ്റ്റേഷനിലേക്ക് പോവാമെന്ന് പറയും. അങ്ങനെ അത് തിരിച്ചു പോയി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യും. പിന്നെ ഇതിനൊരു മാപ്പിംഗ് ഉണ്ട്. ഇതിൻ്റെ റിമോട്ട് കൺട്രോളായിട്ട് നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും. അതിൽ മാപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് തന്നെ നമ്മുടെ വീടിന് ഒരു മാപ്പ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ചില സ്ഥലത്തൊക്കെ നമ്മുടെ ഫർണിച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ റഗ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ നമുക്ക് വേണ്ട, ആ ഭാഗത്ത് ഫർണിച്ചറൊന്നും നീക്കാൻ വയ്യ, അല്ലെങ്കിൽ ആ ഭാഗത്ത് ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഏരിയ ഇടാൻ പറ്റും മാപ്പിങ്ങിൽ. പിന്നെ ആ ഭാഗത്തേക്ക് അത് പോവില്ല. റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ ആ ഭാഗത്തേക്ക് അത് പോവില്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലത്ത് പോയിട്ടും അത് അതിൻ്റെ പണി ചെയ്യും. എല്ലാ കോർണേഴ്സിൽ നിന്നും പോയി എല്ലാം അത് ചെയ്യുന്നുണ്ട്. ഈ ബ്രഷ് വെച്ച് തട്ടിയാണ് അത് ഡസ്റ്റ് ശരിക്കും കളക്ട് ചെയ്യണേ. അത് കഴിയുമ്പോൾ ആ ഒരു ഭാഗത്തെ വർക്ക് കഴിയുമ്പോൾ മോപ്പിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആ സ്റ്റോറേജ് ബോക്സ് ഉണ്ടല്ലേ, ഡസ്റ്റ് സ്റ്റോറേജ് ബോക്സ്, അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാനുള്ള ഒരു ചെറിയ ബോക്സും കൂടി ഉണ്ട്. ആ സെയിം ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഭാഗമുണ്ട്. അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മോപ്പിങ്ങിൻ്റെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ
അത് ഈ വാക്യൂം കഴിഞ്ഞതിന് ശേഷം അത് മോപ്പ് ചെയ്യും. അപ്പം മോപ്പിങ്ങിൻ്റെ ഒരു ഇതാണ് കാണുന്നത്, കണ്ടോ? നല്ല ക്ലീനായി കിട്ടും. നമ്മൾ വിചാരിക്കും നമ്മ ചെയ്യുന്നേക്കാളും നന്നായിട്ട് ഇത് ചെയ്ത് തരും. അതുകൊണ്ട് എന്താ കുറേ ഫ്രീ ടൈം കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ.